ഹമാസ് ഇപ്പോൾ 3 ഇസ്രയേലി ബന്ദികളെയാണ് കൈമാറിയിരിക്കുന്നത്. ഈ കൈമാറിയിട്ടുള്ള ഈ ബന്ദികളെ നമുക്ക് അവരുടെ ഫോട്ടോയോ അവരുടെ വീഡിയോ ഒക്കെ കാണാൻ നേരത്ത് മനസ്സിലാകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെയധികം സന്തോഷത്തോടെ അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തി ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. കാരണം ഇത്രയും നാൾ ഹോസ്റ്റേജസ് ആയിട്ട് ഇരുന്നതാണ് അവർ. അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവരുടെ മുഖത്തോ അവരുടെ ഒരു മൊത്തം ബിഹേവിയറിൽ അങ്ങനെ ഒരു അവരെ ഉപദ്രവിച്ചതായിട്ടോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവർ പോകാൻ നേരത്ത് ഈ ഒരു ഇസ്രയേലി ബന്ദികൾ പോകാൻ നേരത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്ക് വേണ്ട ഗിഫ്റ്റ് വരെ കൊടുത്തിട്ടാണ് ഈ ഹമാസ് ഇവരെ പറഞ്ഞു വിടുന്നത്. അത് നമുക്ക് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർക്കൊരു പോറൽ പോലും പറ്റാതെയാണ് അവരെ സംരക്ഷിച്ചത്. ഇനി ഞാനിവിടെ 2023 BBC റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, അത് ഞാനിവിടെ വായിക്കാവേ. അന്ന് ഇസ്രയേലി ജയിലിൽ നിന്ന് മോചിതരായിട്ടുള്ള പാലസ്തീനികളുടെ കുറച്ച് അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ നിരന്തരമായിട്ട് വടി കൊണ്ടടിക്കുമായിരുന്നു എന്നും അവരുടെ ക്ലോത്ത്സ്, അവരുടെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അവർക്കുള്ള ബ്ലാങ്കറ്റ്സ്, അവരുടെ ഭക്ഷണം ഇവയെല്ലാം പിടിച്ചെടുക്കുമായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. ഈ പാലസ്തീനി ബന്ദികളുടെ സെല്ലുകളിലേക്ക് ടിയർ ഗ്യാസുകൾ വലിച്ചെറിയുമായിരുന്നു. ഇത് സംബന്ധിച്ച് BBC 6 പേരുടെയാണ്, അതായത് ഇസ്രയേലി ജയിലിൽ നിന്ന് മോചിതരായിട്ടുള്ള 6 പേരുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഈ 6 പേരും പറഞ്ഞത് ഇവരെ മോചിപ്പിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ്. ഇത് സംബന്ധിച്ച് നിരവധി, അതായത് ഇസ്രയേലി ജയിലുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പർട്ടിക്കുലർലി ഈ BBC എടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും കുറച്ചധികം ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല. അത് ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെ ഇവിടെ വായിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കിത് മനസ്സിലാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതായത് രണ്ട് ഭാഗവും അവരുടെ ഹോസ്റ്റേജസിനെ, അവരുടെ ബന്ദികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തന്നെ ഞാനിവിടെ പറയുന്നത്. അതിനിടെ ഈ ഒരു ബന്ധിമോചനത്തിനിടെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നുണ്ട്. അവരുടെ IRGC, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ കമാൻഡറാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. IDFൻ്റെ ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് എന്നാണ് അവരിതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് IDFൻ്റെ, അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ തോൽവി എന്നാണ് IRGC ഈ ഒരു ബന്ധിമോചനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവരിങ്ങനെ പറയാനായിട്ടൊരു കാരണമുണ്ട്. കാരണം ഇസ്രയേൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിബന്ധനകളും ഇതിനു മുമ്പും ഇസ്രയേലിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളതാണ്. അന്ന് ഇസ്രയേൽ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഈ ഒരു നിബന്ധനയൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ അതേ ഇസ്രയേൽ തന്നെ ഇപ്പോൾ ഈ ഒരു നിബന്ധന അംഗീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് അവർ കരുതിയിരുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഇത്തരം ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ പോകെ പോകെ അവർക്ക് മനസ്സിലായി ഇത്തരം ഒരു ബന്ധിമോചനം എന്നുള്ളത് അത് നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ആ നിബന്ധന, അതായത് അന്ന് വെച്ച അതേ നിബന്ധന ഇന്ന് ഇസ്രയേലിന് ഒരു കുഴപ്പമില്ല, അവരത് അതുപോലെ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടായിരിക്കണം IRGC ഇത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ തോൽവിയാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. അതിനിടെ ഇസ്രയേൽ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് 90 പാലസ്തീനിയൻ ബന്ദികളെ ഇപ്പോൾ മോചിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഓഫ് പാലസ്തീനിയൻ പ്രിസണേഴ്സിനെയാണ് ഇപ്പോൾ ഇസ്രയേൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് ജനുവരി 19 രാത്രി തന്നെ ഇസ്രയേൽ തടങ്കലിൽ വെച്ചിരുന്ന ഈ ഒരു പാലസ്തീനിയൻ ജനങ്ങളെയും കൊണ്ടുള്ള ബസ് എത്തിച്ചേരുകയും നൂറുകണക്കിന് ആൾക്കാരാണ് ഇവരെ സ്വീകരിക്കുന്നതിനായിട്ട് റോഡിൻ്റെ ഇരു സൈഡിലും തടിച്ചുകൂടി നിന്നത്. ഇതിൽ ഇസ്രയേലി തടവുകാരിൽ 78 പേർ വെസ്റ്റ് ബാങ്കിൽ നിന്നും 12 പേർ വെസ്റ്റ് ജെറൂസലേമിൽ നിന്നുമാണ് ഉള്ളത്. ആദ്യ ഫേസിൽ ഏകദേശം 2000-ഓളം പാലസ്തീനികളെയാണ് ഇനി വിടാനായിട്ടുള്ളത്. ഈ ഒരു വെടിനിർത്തലിനിടെ ഹൂത്തികൾ ഇപ്പോൾ റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഏതായാലും ഹൂത്തികളുടെ ഇത്തരം ഒരു തീരുമാനം തീർച്ചയായിട്ടും റെഡ് സീയിലൂടെയുള്ള ചരക്ക് നീക്കം സുഗമമാക്കാനായിട്ട് വളരെയധികം സഹായകരമാണ്. അതായത് വളരെയധികം നാളുകൾക്ക് ശേഷം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൈവന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വെടിനിർത്തലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിബന്ധനകളും ഇസ്രയേൽ പാലിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു.